ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് എനിക്ക് എന്തോ ഒരു ഡ്രോയിങ് ചെയ്യണമെന്ന് വല്ലാത്തൊരാഗ്രഹം തോന്നി. എനിക്ക് ഐസ് ഡ്രോയിങ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഇങ്ങനെ വന്നു. നമുക്ക് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടമല്ലേ. അത് നീല കളറിൽ തീമിൽ തന്നെ ഒരു ഐസ് ഡ്രോയിങ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ വല്ലാതൊരാഗ്രഹം തോന്നി. അപ്പോൾ ആഗ്രഹം തോന്നിയതുകൊണ്ട് ഇന്നലെ തന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണണം. അപ്പോൾ ഇത് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വേറൊരു ലോങ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ നാളായി. ഇതുവരെ വോയിസ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതിന്ന് ഞാൻ തപ്പിയിട്ട് സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഇനിയിപ്പോൾ അത് ഗാലറിയിൽ ഒന്നും കൂടെ നോക്കണം. കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്ത് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. സമയം തികയാത്തതുകൊണ്ടാണ്. ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ലോങ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാനായിട്ട് തോന്നുകയില്ല. കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടായിരുന്നു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും. പക്ഷേ ഇപ്പം ഷെഡ്യൂൾ ചെയ്തിട്ട് പോലും വീഡിയോസ് ഇടാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പടം വരച്ചിട്ടാണ് ഈ 3 സ്ഥലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ടൈമിൽ ബസ്സൊക്കെ ഇറങ്ങുന്ന ആ ഒരു ടൈമിലായിരുന്നു ഷെഡ്യൂൾ ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോലും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സൊക്കെ കാണുന്ന ടൈമിൽ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം എൻ്റെ ഡ്യൂട്ടിയുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ എനിക്കിപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എൻ്റെ ആഗ്രഹം പോലെ ഒരു നീല കളർ തീമിൽ ഒരു ഐസ് ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒരു ഐസ് ഡ്രോയിങ് ചെയ്യണം, നീല കളർ തീമിലൊരു ബ്ലാക്ക് കളറിൽ ഐസ് ഡ്രോയിങ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ വന്നത്. പിന്നെ നമ്മളതൊരു കൃഷ്ണൻ്റെ ഐസ് ഡ്രോയിങ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലത്തെ ഒരു ഐസ് ഡ്രോയിങ് ആയിരുന്നു ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ വന്നത്. പിന്നെ വേറൊരു കണ്ണനെ എനിക്ക് ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആ ഒരു കണ്ണനെ എനിക്ക് വരയ്ക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹം തോന്നി. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ആ വീഡിയോ കണ്ടതെന്ന് തോന്നുന്നു. ആ ചേച്ചി ഒരു ഡ്രസ്സിലാണ് കണ്ണൻ്റെ ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു പടം വരച്ചത്. ആ ഒരു പെയിൻറ്റിങ് എനിക്ക് വല്ലാതെ ഇഷ്ടമായി. അത് കണ്ടപ്പോൾ എനിക്കൊന്ന് വരച്ച് നോക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. സ്ക്രീൻഷോട്ട് എടുത്തെന്നാണ് ഞാൻ തോന്നുന്നത്. എടുത്തോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്താണേലും എടുത്തിട്ടില്ലെങ്കിലും എൻ്റെ മൈൻഡിൽ ചെറുതായിട്ടൊക്കെ ആ പടം ഉണ്ട്. അപ്പോൾ എന്താണേലും അതൊന്ന് ഞാൻ ഒന്ന് വരച്ച് നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. എനിക്ക് ചില ഡ്രോയിങ്സൊക്കെ കാണുമ്പോൾ നന്നായിട്ട് വരയ്ക്കണം എന്ന് ആഗ്രഹം തോന്നാറുണ്ട്. അങ്ങനെ തോന്നുന്ന ആൾക്കാരുടെ വീഡിയോസൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും. പിന്നെ സമയം കിട്ടുമ്പം ഇടയ്ക്ക് വരയ്ക്കും. പിന്നെ എനിക്ക് സമയമില്ലാത്തപ്പം സിമ്പിളായിട്ടുള്ള ഡ്രോയിങ്സൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാത്തപ്പോൾ സമയമുള്ളപ്പോഴത്തേക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് അല്ലെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ച വീഡിയോസ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ നോക്കിയിട്ട് ഞാൻ വരയ്ക്കും. എനിക്ക് അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വരയ്ക്കണം എന്ന് ആഗ്രഹം തോന്നിയ കുറച്ച് പടങ്ങൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ വരച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനലിൽ 200 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത ഡ്രോയിങ് അപ്പോൾ എന്ത് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ല നല്ല ഡ്രോയിങ് വീഡിയോസൊക്കെ കാണുന്നവർ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലോട്ട് എനിക്ക് പേഴ്സണലി അയച്ചു തരിക. ആർട്ട് ബൈ ഹിമ എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പേര്. അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ അയച്ചു തരിക. ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പേര് ഹിമ ആർട്ട് ചാനൽ എന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.